ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നാളെ എക്സാം ഉള്ളവർ ഉറപ്പായിട്ടും ഈ ക്ലാസ് ഒന്ന് കണ്ടിട്ട് പോവുക. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യനും ആൻസേഴ്സും പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നാളെ എക്സാം ആണല്ലോ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇത്തിരി സ്പീഡിലായിരിക്കും ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നിലവിലെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി എ ജയതിലക്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ. RBIയുടെ 26ാമത് ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBIയുടെ 26ാമത് ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റത് പൂനം ഗുപ്ത. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റത് പൂനം ഗുപ്ത. രാജ്യാന്തര സഹകരണ വർഷം 2025. രാജ്യാന്തര സഹകരണ വർഷം 2025. 2025 ISRO ഏത് വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത്? ഗഗൻയാൻ വർഷം. 2025 ISRO ഏത് വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത്? ഗഗൻയാൻ വർഷം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISRO പദ്ധതി ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISRO പദ്ധതി ഗഗൻയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശ്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവാണ് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സിംലിപാൽ ഒഡീഷ. ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സിംലിപാൽ ഒഡീഷ. 2025 മെയ് മാസത്തിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? അമേരിക്ക. 2025 മെയ് മാസത്തിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? അമേരിക്ക. 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലീഷ്. 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലീഷ്. 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യം ഡെൻമാർക്ക്. 2025 മുതൽ വിമാനയാത്രികർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യം ഡെൻമാർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽ. 2025 മെയ് മാസത്തിൽ ചെസ് നിരോധിച്ച രാജ്യം അഫ്ഗാനിസ്ഥാൻ. 2025 മെയ് മാസത്തിൽ ചെസ് നിരോധിച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? സ്വീഡൻ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? സ്വീഡൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2024 48ാമത് വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിൽ നോവൽ കാട്ടൂർക്കടവ്. 2024 48ാമത് വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിൽ നോവൽ കാട്ടൂർക്കടവ്. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ KP ശങ്കരൻ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ KP ശങ്കരൻ. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. 2022 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി. 2022 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാൽ. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാൽ.
കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു. നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ബീഹാർ. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം? ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം? ബീഹാർ. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി? കർണാടക ഹൈക്കോടതി. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതിയാണ് കർണാടക ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ? പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ്. സർപ്പ ആപ്പ് ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ്. സർപ്പ ആപ്പ് ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം? കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി. അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല? ആലപ്പുഴ. അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല? ആലപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏത്? വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏത്? വിഴിഞ്ഞം. മുണ്ട കലാപം നയിച്ച ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായാണ് ഇന്ത്യയിൽ ഇപ്പോൾ ആചരിക്കുന്നത്? ജൻജാതീയ ഗൗരവ് ദിവസ്. മുണ്ട കലാപം നയിച്ച ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായാണ് ഇന്ത്യയിൽ ഇപ്പോൾ ആചരിക്കുന്നത്? ജൻജാതീയ ഗൗരവ് ദിവസ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ? വിയ്യപുരം ചുണ്ടൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ? വിയ്യപുരം ചുണ്ടൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ? കല്ലൂർ ബാലൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. മരങ്ങളുടെ അമ്മ എന്നും കാടിൻ്റെ എൻസൈക്ലോപീഡിയ എന്നും അറിയപ്പെട്ടിരുന്ന പരിസ്ഥിതി പ്രവർത്തക? തുളസി ഗൗഡ. മരങ്ങളുടെ അമ്മ എന്നും കാടിൻ്റെ എൻസൈക്ലോപീഡിയ എന്നും അറിയപ്പെട്ടിരുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് തുളസി ഗൗഡ. VS അച്യുതാനന്ദൻ അന്തരിച്ചതെന്ന്? 2025 ജൂലൈ 21. VS അച്യുതാനന്ദൻ അന്തരിച്ചതെന്ന്? 2025 ജൂലൈ 21. ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? 2025 ജൂൺ 6. ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? 2025 ജൂൺ 6. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് റെയിൽവേ പാലം? ചെനാബ് റെയിൽവേ പാലം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് റെയിൽവേ പാലമാണ് ചെനാബ് റെയിൽവേ പാലം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് റെയിൽവേ പാലമാണ് ചെനാബ് റെയിൽവേ പാലം. ചെനാബ് റെയിൽവേ പാലത്തിന്റെ ആകെ നീളം 1315 മീറ്റർ. ചെനാബ് റെയിൽവേ പാലത്തിന്റെ ആകെ നീളമാണ് 1315 മീറ്റർ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര സൗജന്യമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? കർണാടക. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര സൗജന്യമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? കർണാടക. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനായി ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കിയ സംവിധാനം? കവച്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനായി ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കിയ സംവിധാനം? കവച്. കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ? ബാലമിത്ര 2.0. കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്? വയനാട്. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്? വയനാട്. വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാകുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ AI അധിഷ്ഠിത ആപ്പ്? ഹാൻഡ്ലൂം ജാലകം. വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാകുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ AI അധിഷ്ഠിത ആപ്പാണ് ഹാൻഡ്ലൂം ജാലകം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ.
തപാൽ വകുപ്പിൽ AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ. തപാൽ വകുപ്പിൽ AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേര് ശ്രീ അന്നം, ശ്രീമന്ന. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേരാണ് ശ്രീ അന്നം, ശ്രീമന്ന. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അരുന്ധതി റോയ്. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അരുന്ധതി റോയ്. പ്രശസ്ത സാഹിത്യകാരി P. വത്സലയുടെ അവസാന നോവൽ ചിത്രലേഖ. പ്രശസ്ത സാഹിത്യകാരി P. വത്സലയുടെ അവസാന നോവലാണ് ചിത്രലേഖ. അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ്? KB മേനോൻ. അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ്? KB മേനോൻ. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. 2025 ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂർ. 2025 ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂർ. പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പ് അഴക്. പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പാണ് അഴക്. കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡ്. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ. കര നാവിക വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. കര നാവിക വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നതെവിടെ വെച്ച്? ബോൾഗാട്ടി. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നതെവിടെ വെച്ച്? ബോൾഗാട്ടി. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം പോർച്ചുഗൽ. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം പോർച്ചുഗൽ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻകർ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻകർ. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കത്ഖോര, ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കത്ഖോര, ഛത്തീസ്ഗഡ്. 2025 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118. 2025 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118. 2025 ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ മോഹൻലാൽ. 2025 ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള നടനാണ് മോഹൻലാൽ. 2025-2035 കാലഘട്ടത്തെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. 2025-2035 കാലഘട്ടത്തെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. 2025 P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂർ. 2025 P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശശി തരൂർ. 2025 ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരി. 2025 ലോകമാന്യ തിലക് അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരി. 2025 ജൂലൈയിൽ കേരളത്തിൽ നിന്ന് ആരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്? സി സദാനന്ദൻ മാസ്റ്റർ. 2025 ജൂലൈയിൽ കേരളത്തിൽ നിന്ന് ആരെയാണ് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്? സി സദാനന്ദൻ മാസ്റ്റർ. മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ധരാലി. മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ധരാലി. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ അഖാൽ. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ വനമേഖലയായ അഖാലിൽ ഭീകരരെ തുരത്താനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അഖാൽ. 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി 2025 ജൂണിൽ നടത്തിയ US സൈനിക നടപടിയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി 2025 ജൂണിൽ നടത്തിയ US സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത്? വിയറ്റ്നാം. അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത്? വിയറ്റ്നാം. 2024 സമാധാന നൊബേൽ സമ്മാനം ലഭിച്ച
സംഘടന? നിഹോൻ ഹിഡാൻക്യോ. ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൻ ഹിഡാൻക്യോയ്ക്കാണ് 2024 സമാധാന നോബൽ സമ്മാനം ലഭിച്ചത്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ്? ഹാൻ കാങ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ്? ഹാൻ കാങ്. 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെ? മനു ഭാക്കർ ഷൂട്ടിംഗ്, ഡി ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ്. 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? മനു ഭാക്കർ ഷൂട്ടിംഗ്, ഡി ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ്. ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത? പ്രീതി രജക്. ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിതയാണ് പ്രീതി രജക്. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര? 274. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര? 274. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? അസാം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അസാം. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ആസാം. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം. ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത്? ജമ്മു കാശ്മീർ. ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നത്? ന്യൂഡൽഹി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നത് ന്യൂഡൽഹി. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? ഉജ്ജ്വല എന്ന കുരുവി. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവി. വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലം അഥവാ റൂട്ട് ബ്രിഡ്ജ് കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? മേഘാലയ. വൃക്ഷങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന പാലം അഥവാ റൂട്ട് ബ്രിഡ്ജ് കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആകുന്നത്? സുന്ദർബൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആകുന്നത് സുന്ദർബൻസ്. പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്ന്? 2025 ഏപ്രിൽ 22. പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്ന്? 2025 ഏപ്രിൽ 22. പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് എന്ന്? 2025 ഏപ്രിൽ 23. പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതെന്ന്? 2025 ഏപ്രിൽ 23. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതെന്ന്? 2025 മെയ് 7. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതെന്ന് 2025 മെയ് 7. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജഗത് പ്രകാശ് നദ്ദ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജഗത് പ്രകാശ് നദ്ദ. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? നിർമ്മല സീതാരാമൻ. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത്? അമിത് ഷാ. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദത്തിലിരിക്കുന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് അമിത് ഷാ. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി? CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2025 ഓഗസ്റ്റിൽ IMF എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത്? ഊർജിത് പട്ടേൽ. 2025 ഓഗസ്റ്റിൽ IMF എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഊർജിത് പട്ടേൽ. ഇന്ത്യയിൽ ആദ്യമായി ആഫ്രിക്കൻ ചീറ്റകളെ പുനരധിവസിപ്പിച്ച ദേശീയോദ്യാനം? കുനോ ദേശീയോദ്യാനം. ഇന്ത്യയിൽ ആദ്യമായി ആഫ്രിക്കൻ ചീറ്റകളെ പുനരധിവസിപ്പിച്ച ദേശീയോദ്യാനം കുനോ ദേശീയോദ്യാനം. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംഡിയർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകൻ? ജാഫർ പനാഹി. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംഡിയർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് സംവിധാനം ചെയ്ത ഇറാനിയൻ സംവിധായകനാണ് ജാഫർ പനാഹി. 2026 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി? കൊച്ചി. 2026 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കൊച്ചി. സംസ്ഥാന സർക്കാർ പുതിയതായി രൂപീകരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷനായി ചുമതലയേറ്റത്? കെ സോമപ്രസാദ്. സംസ്ഥാന സർക്കാർ പുതിയതായി രൂപീകരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷനായി ചുമതലയേറ്റത് കെ സോമപ്രസാദ്. ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര്? പരശുരാം പുരി. ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര്? പരശുരാം പുരി.
2025 ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഐസ്ലാൻഡ്. 2025 ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ്. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി തിരുവനന്തപുരം. 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി തിരുവനന്തപുരം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി കെ-ഫോൺ അഥവാ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി കെ-ഫോൺ അഥവാ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ യൂണിക് ഡിസബിലിറ്റി ഐ.ഡി. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല കോഴിക്കോട്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ യൂണിക് ഡിസബിലിറ്റി ഐ.ഡി. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല കോഴിക്കോട്. ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഇന്ത്യയിലെ അടുത്ത യു.എസ്. സ്ഥാനപതിയായി നിയമിതനാകുന്നത് സെർജിയോ ഗോർ. ഇന്ത്യയിലെ അടുത്ത യു.എസ്. സ്ഥാനപതിയായി നിയമിതനാകുന്നത് സെർജിയോ ഗോർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വൈസ് ചെയർമാനായി നിയമിതനായത് എം.വി. ശ്രേയാംസ് കുമാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വൈസ് ചെയർമാനായി നിയമിതനായത് എം.വി. ശ്രേയാംസ് കുമാർ. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമ്മത്തോണി. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓർമ്മത്തോണി. നിലവിലെ ഐ.എസ്.ആർ.ഒ. ചെയർമാൻ വി. നാരായണൻ. നിലവിലെ ഐ.എസ്.ആർ.ഒ. ചെയർമാൻ വി. നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വി. നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വി. നാരായണൻ. 2024 പെൻപിൻഡർ പ്രൈസ് നേടിയ വ്യക്തി അരുന്ധതി റോയ്. 2024 പെൻപിൻഡർ പ്രൈസ് നേടിയ വ്യക്തി അരുന്ധതി റോയ്. കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹയായത് സാറ ജോസഫ്. കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹയായത് സാറ ജോസഫ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ഇ.എസ്. പത്മകുമാർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ഇ.എസ്. പത്മകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് എ. രാജരാജൻ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് എ. രാജരാജൻ. വി. എസ്. അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് 2006 മുതൽ 2011 വരെ. വി. എസ്. അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് 2006 മുതൽ 2011 വരെ. 2025 ഫിഡെ ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ. 2025 ഫിഡെ ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ.